ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലൈസറിൻ്റെ പ്രാധാന്യം എന്താണ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസർ ഇല്ലാതെ ഫ്രിഡ്ജ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും, കൂടാതെ സ്റ്റെബിലൈസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിന് കംപ്ലൈൻറ്റ് വരത്തില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അതായത് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് സ്റ്റെബിലൈസർ. എല്ലാവർക്കും മെക് 96ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തു വരുന്നത് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ റിലേറ്റഡ് ആയ വീഡിയോസാണ്. അതായത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ തീർച്ചയായും ഉപകരിക്കുന്ന ഒരുപാട് വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലൈസറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ ലൈനിലെ വോൾട്ടേജ് 230 വോൾട്ടാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. അതായത് 230 വോൾട്ടാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറ്. നമ്മൾ 230 വോൾട്ടിൽ ചില സമയങ്ങളിൽ അത് കുറഞ്ഞു പോകാനും ചില സമയങ്ങളിൽ അത് കൂടാനും സാധ്യതയുണ്ട്. അതായത് വോൾട്ടേജ് കുറഞ്ഞു പോകാനും ഓവർ വോൾട്ട് ആവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഓവർ വോൾട്ട് വരുമ്പോഴും അതുപോലെ തന്നെ വോൾട്ടേജ് കുറഞ്ഞു പോകുമ്പോഴും അത് ഫ്രിഡ്ജിനെ ബാധിക്കും. ഫ്രിഡ്ജിനെ ബാധിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ കംപ്രസറിനെയാണ് ബാധിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ മെയിൻ ഘടകമാണ് ഫ്രിഡ്ജിൻ്റെ കംപ്രസർ. കംപ്രസറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജ് ഒന്നിനും പറ്റത്തില്ല. പിന്നെ ഫ്രിഡ്ജ് തണുക്കത്തില്ല. പിന്നെ കംപ്രസറെല്ലാം മാറ്റി റീപ്ലേസ് ചെയ്തതിന് ശേഷമേ ആ ഫ്രിഡ്ജ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ കംപ്രസർ മാറ്റലും റീപ്ലേസ് ചെയ്യലും എല്ലാം ഒരുപാട് ഭാരിച്ച ചിലവ് വരുത്തുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ലൈനിലെ വോൾട്ടേജ് 230 ആണെന്ന്. അപ്പോൾ ഈ കംപ്രസറിന് വേണ്ട വോൾട്ടേജ് 230 തന്നെയാണ്. എന്നാലും അതിന് ലോവർ ലിമിറ്റും ഉണ്ട്, അതുപോലെ തന്നെ അപ്പർ ലിമിറ്റും ഉണ്ട്. ഇത്ര ലിമിറ്റിൽ വോൾട്ടേജ് കുറഞ്ഞു പോയാലാണ് അത് കംപ്രസറിനെ ബാധിക്കും. അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് വരുന്നതിനും ഇത്ര ലിമിറ്റിൽ അപ്പുറം കടന്നാലേ നമ്മുടെ കംപ്രസറിനെ ബാധിക്കത്തുള്ളൂ. അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ നമ്മുടെ ലൈനിലെ വോൾട്ടേജ് 230 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 230-ൽ നിന്ന് ഒരു 180 വരെയൊക്കെ കുറഞ്ഞാലും വോൾട്ടേജ് കുറഞ്ഞു പോയാലും നമ്മുടെ കംപ്രസറിന് പ്രശ്നമില്ല. അതിലും താഴ്ന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കംപ്രസറിന് പ്രശ്നം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈനിലെ വോൾട്ടേജ് ഏകദേശം 240 വരെ കടന്നു പോയാലും നമ്മുടെ കംപ്രസറിന് കുഴപ്പമില്ല. അതായത് ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് കുഴപ്പമില്ല, ഫ്രിഡ്ജിന് കുഴപ്പമില്ല. അപ്പോൾ ഈ 180-ൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കംപ്രസറിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈനിലെ വോൾട്ടേജ് 230-ഉം 240-ഉം കഴിഞ്ഞിട്ട് 250-ലോട്ടോ മറ്റോ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനെ അത് ബാധിക്കും. അതായത് ഓവർ വോൾട്ടേജ് വരുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മെയിൻ ലൈനും കൂട്ടിയിടിക്കുമ്പോൾ, അതായത് മെയിൻ പോസ്റ്റിലെ ലൈനെല്ലാം കൂട്ടിയിടിക്കുമ്പോഴും അതുപോലെ തന്നെ ഇടിമിന്നൽ വരുമ്പോഴൊക്കെയാണ് നമ്മുടെ നമ്മുടെ വീട്ടിലെ ലൈനിൽ ഓവർ വോൾട്ടേജ് വരിക. അപ്പോൾ ഇങ്ങനെ ഓവർ വോൾട്ടേജ് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിലുള്ള വോൾട്ടേജ് കുറഞ്ഞു പോകുമ്പോഴുമാണ് നമ്മളെ ഫ്രിഡ്ജിനെ ബാധിക്കുക. അപ്പോൾ ഗൈസ്, അങ്ങനെ വോൾട്ടേജ് കുറഞ്ഞു പോകുമ്പോഴും അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് വരുമ്പോഴുമാണ് നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പലർക്കും അറിയുന്നുണ്ടായിരിക്കും. എന്നാലും നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയും, നമുക്ക് സ്റ്റെബിലൈസർ ഇല്ലാതെയും ഫ്രിഡ്ജ് വർക്ക് ചെയ്യിപ്പിക്കാം. അതിനുള്ള സംവിധാനവും ഫ്രിഡ്ജിലുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെബിലൈസറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. എന്നിട്ടേ ആ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ. എന്നിട്ട് അവസാനം നമ്മളൊരു നിഗമനത്തിൽ എത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെബിലൈസറിൻ്റെ ഉപയോഗം പറയുമ്പോൾ നമുക്ക് ഓവർ വോൾട്ടേജ് വരുമ്പോഴും അതുപോലെ തന്നെ വോൾട്ടേജ് നമ്മുടെ ലോവർ ലിമിറ്റിൽ നിന്ന് താഴുമ്പോൾ, അതായത് വോൾട്ടേജ് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അതായത് സ്റ്റെബിലൈസർ ഇൻപുട്ട് എന്നും ഔട്ട്പുട്ട് എന്നും രണ്ട് സംവിധാനങ്ങളുണ്ട്. അതായത് നമ്മൾ സ്റ്റെബിലൈസർ നമ്മൾ പവർ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യാറ്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ ഒരു റെഡ് ലൈറ്റ് കത്തും. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഔട്ട്പുട്ടിൽ ഒരു ഗ്രീൻ ലൈറ്റോ, ചിലത് റെഡ് ലൈറ്റ് തന്നെ ആയിരിക്കും, ചിലത് ഗ്രീൻ ലൈറ്റ് ആയിരിക്കും. ലൈറ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഔട്ട്പുട്ടിൽ ലൈറ്റ് കത്തുക. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ ലൈറ്റ് കത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിലെ വോൾട്ടേജ് കറക്റ്റ് ലെവലിലായാൽ മാത്രമേ നമ്മുടെ ഈ സ്റ്റെബിലൈസർ ഔട്ട്പുട്ട് കൊടുക്കത്തുള്ളൂ. ഔട്ട്പുട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ലൈനിലെ വോൾട്ടേജ് 230-ൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു മഴയോ കാറ്റോ വന്നിട്ട് നമ്മൾ ലൈനിലെ വോൾട്ടേജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോവുകയും പെട്ടെന്ന് ഒന്ന് കറണ്ട് പോയി. അതിനുശേഷം കറണ്ട് വന്നപ്പോൾ ലൈനിലെ വോൾട്ടേജ് കുറഞ്ഞു പോയി. ആ സമയത്ത് നമ്മുടെ സ്റ്റെബിലൈസർ നമ്മുടെ ഫ്രിഡ്ജിന് ഔട്ട്പുട്ട് കൊടുക്കത്തില്ല. അപ്പോൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല. ജസ്റ്റ് സ്റ്റെബിലൈസർ ലൈറ്റ് മാത്രം കത്തും. ഈ വോൾട്ടേജ് ലെവലായാൽ മാത്രമേ നമ്മുടെ ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ നേരത്തെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞില്ല, ആ ഉദാഹരണത്തിൽ കറണ്ട് പോയി വന്നപ്പോൾ വോൾട്ടേജ് കുറഞ്ഞു എന്ന് പറഞ്ഞില്ല. വോൾട്ടേജ് കുറഞ്ഞപ്പോൾ ഒരു 160 ലൈനിലെ വോൾട്ടേജ് എങ്കിൽ ഈ ഔട്ട്പുട്ട് കൊടുക്കത്തില്ല. അപ്പോൾ ആ വോൾട്ടേജ് വീണ്ടും മെയിൻറ്റെയിൻ ആയി ഒരു 180-190 കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ സ്റ്റെബിലൈസർ
ഔട്ട്പുട്ട് കൊടുക്കത്തുള്ളൂ. ഔട്ട്പുട്ട് കൊടുത്താലേ നമ്മൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഫ്രിഡ്ജിന് നല്ല തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. എന്നാലും ഈ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിലും ഫ്രിഡ്ജിന് കംപ്ലൈൻറ്റ് സംഭവിക്കാറുണ്ട്. പക്ഷേ സ്റ്റെബിലൈസർ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്റ്റെബിലൈസർ വെച്ചിട്ടാണ്. സ്റ്റെബിലൈസർ ഇല്ലാതെ ഒരു ഫ്രിഡ്ജ് 4 വർഷം ഒരു കംപ്ലൈൻറ്റും കൂടാതെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റെബിലൈസർ വെച്ച ഒരു ഫ്രിഡ്ജാണ് എന്നുണ്ടെങ്കിൽ ഒരു 5, 6, 7 വർഷം ഒരു കംപ്ലൈൻറ്റും കൂടാതെ തന്നെ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റെബിലൈസർ ഇല്ലാതെ തന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിന് ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിനെയാണ് അത് ബാധിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കംപ്രസറിനെ ബാധിക്കുന്നതിന്, അപ്പോൾ വോൾട്ടേജ് കുറയുകയും കൂടുകയൊക്കെ സംഭവിക്കുമ്പോൾ കംപ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിവൈസ് കമ്പനി തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതിന് OLP എന്നാണ് പറയുന്നത്. ഇത് കംപ്രസറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസാണ്. ഇതിൻ്റെ പ്രവർത്തനവും ഏകദേശം നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ പ്രവർത്തനം പോലെ തന്നെയാണ്. അതായത് ഓവർ വോൾട്ടേജ് വരുമ്പോഴും വോൾട്ടേജ് കുറഞ്ഞു പോകുമ്പോഴും എല്ലാം ഫ്രിഡ്ജിൻ്റെ കംപ്രസറിനെ ഇത് ഓഫാക്കും. ഒരുപാട് തവണ വോൾട്ടേജ് കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ചൂടായിട്ട് ഇത് പെട്ടെന്ന് കേടായി പോകുന്നൊരു സംഭവം വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം എന്താണ് നമ്മുടെ സ്റ്റെബിലൈസർ വളരെയധികം ഉപകാരപ്രദമായൊരു സംഭവമാണ്. ഇതിനൊക്കെ ഒരു പരിധി വരെ സ്റ്റെബിലൈസറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ ആ കടയിലുള്ള ഫ്രിഡ്ജിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും വിത്തൗട്ട് സ്റ്റെബിലൈസർ. അതുപോലെ തന്നെ സ്റ്റെബിലൈസർ വേണ്ടാത്ത ഫ്രിഡ്ജാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എഴുതിയിട്ടുള്ള പലതരത്തിലുള്ള ഫ്രിഡ്ജുകൾ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഏത് ഫ്രിഡ്ജിലാണെങ്കിൽ തന്നെ ഈ സ്റ്റെബിലൈസർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജാണെന്നൊക്കെ പറയുന്ന ഫ്രിഡ്ജിലൊക്കെ ഉള്ളത് ഈ സംഭവമാണ്. ഇതാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റെബിലൈസർ വെക്കണം എന്നുള്ള ഫ്രിഡ്ജിലും ഈ സംഭവം തന്നെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെബിലൈസർ വെക്കണ്ട എന്ന് നമ്മളോട് പറയുന്ന ഫ്രിഡ്ജിലും ഈ ഒരു സംഭവം തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റെബിലൈസർ വെക്കാത്ത ഫ്രിഡ്ജിലും സ്റ്റെബിലൈസർ വെക്കുന്ന ഫ്രിഡ്ജിലെല്ലാം ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കംപ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിത്തൗട്ട് സ്റ്റെബിലൈസർ ഓപ്പറേഷൻ, സ്റ്റെബിലൈസർ വേണ്ടാത്ത ഫ്രിഡ്ജാണ് എന്നൊക്കെ പറയുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. സ്റ്റെബിലൈസർ ഇല്ലെങ്കിലും നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യും. സ്റ്റെബിലൈസർ വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യും. സ്റ്റെബിലൈസർ വെക്കുന്നത് ഒന്നും കൂടി പ്രൊട്ടക്ഷൻ ആണ് എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴിറങ്ങുന്ന ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിൽ ഒട്ടും തന്നെ സ്റ്റെബിലൈസർ വേണ്ട എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനും സ്റ്റെബിലൈസർ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് 10 വർഷം വാറൻറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആ ഫ്രിഡ്ജിൻ്റെ മുഴുവൻ ഓപ്പറേഷൻ നടക്കുന്നത് ഒരു ഇലക്ട്രോണിക് ബോർഡിലാണ്. അത് അഴിക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഇൻവെർട്ടർ ഫ്രിഡ്ജിലേക്ക് വരികയാണെങ്കിൽ ഇൻവെർട്ടർ ഫ്രിഡ്ജിൽ സ്റ്റെബിലൈസർ തീരെ വേണ്ട എന്നൊക്കെ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഓപ്പറേഷൻ ഒരു ബോർഡിലാണ് നടക്കുന്നത്. ആ ബോർഡിൽ തന്നെയാണ് സ്റ്റെബിലൈസറിൻ്റെ ഓപ്പറേഷൻ എല്ലാം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഒരു ഓവർ വോൾട്ടേജോ അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുകയൊക്കെ സംഭവിച്ചിട്ട് ഒരുപാട് വോൾട്ടേജ് കുറയുന്ന സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഒന്നോ രണ്ടോ തവണ കൊണ്ടൊന്നും സംഭവിക്കത്തില്ല, പക്ഷേ ഒരുപാട് തവണ വോൾട്ടേജ് കുറയുകയോ കൂടുകയോ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനെ അത് ബാധിക്കും. നമ്മുടെ ഫ്രിഡ്ജിനെ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ബോർഡിനെ അത് ബാധിക്കും. ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ബോർഡിനെ ബാധിച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ബോർഡ് റിപ്പയർ ചെയ്യുന്നതിന്, ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ബോർഡ് മാറ്റി വെക്കുന്നതിന് വളരെയധികം ചിലവ് കൂടിയൊരു കാര്യമാണ്. അപ്പോൾ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ അങ്ങനെ ഇങ്ങനെയും കേടാവത്തില്ല, പക്ഷേ ഈ ബോർഡാണ് കേടാവുക. ഇങ്ങനെ വോൾട്ടേജിൻ്റെ വേരിയേഷനും പലതും സംഭവിച്ചിട്ടാണ് ആ ബോർഡ് കേട് വരിക. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ഫ്രിഡ്ജിനും എന്ത് വെക്കണം? നമ്മുടെ സ്റ്റെബിലൈസർ വെക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ സ്റ്റെബിലൈസർ വെക്കാൻ നിർബന്ധിതമാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഏരിയയിൽ വോൾട്ടേജ് കുറഞ്ഞും കൂടിയും നടക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, വോൾട്ടേജ് കുറഞ്ഞും കൂടിയും കളിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെബിലൈസർ വെക്കൽ നിർബന്ധമാണ്. ഇനിയിപ്പോൾ സ്റ്റെബിലൈസർ വെക്കാതെ നിങ്ങൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബോർഡിനെല്ലാം ബാധിച്ച് വളരെയധികം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വോൾട്ടേജ് കുറയുന്ന ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെബിലൈസർ വെക്കുന്നതാണ് നല്ലത്. നിങ്ങളിപ്പോൾ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ ഇല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഫ്രിഡ്ജാണ് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ സ്റ്റെബിലൈസർ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റെബിലൈസർ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 90% ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജുകളാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ ബോർഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയധികം ചിലവ് കൂടും. അപ്പോൾ ഈ സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ കമന്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.